ഞങ്ങൾക്ക് സ്വന്തം. മൂന്നാം വട്ടവും ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഭരിക്കും. റിസൾട്ട് വരുന്ന ദിവസം സ്റ്റോക്ക് സ്തംഭിക്കും, നിലയ്ക്കാതെ നിലയ്ക്കും. അങ്ങനെ എന്തെല്ലാം വീരവാദങ്ങൾ കടന്നു പോരേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ. എന്നിട്ട് എന്തുണ്ടായി? കൂട്ടത്തിലുള്ള രണ്ടുപേർ കൈയൊഴിഞ്ഞാൽ സർക്കാർ തന്നെ തുലാസിലാടുന്ന നിലയിലായി കാര്യങ്ങൾ. ചില്ലറ തിരിച്ചടിയല്ല BJP ഇക്കുറി വാങ്ങിക്കൂട്ടിയതെന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ. തിരിച്ചടി പലയിടങ്ങളിൽ നിന്നാണ് തലങ്ങും വിലങ്ങും BJPയുടെ നെഞ്ചിൽ വന്ന് ആഞ്ഞു തറച്ചു നിന്നത്. എടുത്തു പറയട്ടെ, BJPക്ക് ഒരു MP പോലും ഇല്ലാത്ത 7 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പോലും ഉണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ. ഓർക്കണം, 2013 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ BJPയുടെ ദുരവസ്ഥയാണിത്. 2019 272 സീറ്റുകൾ എന്ന കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്ന സ്ഥാനത്ത് BJP സഖ്യകക്ഷികളുടെ സഹായം ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ആ മാന്ത്രിക സംഖ്യ കടന്നിരുന്നു. BJP കൊടുങ്കാറ്റിൽ NDA മുന്നണി 353 സീറ്റുകൾ 19 അക്കൗണ്ടിലാക്കി. എന്നാൽ 2024 വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ BJPയുടെ വിധി ആകെ മാറി. BJPയുടെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞപ്പോൾ പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം ഇത്തവണ 240 ചുരുങ്ങി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും 63 സീറ്റുകളുടെ കുറവാണ് BJPക്ക് ഇക്കുറി ഉണ്ടായത്. കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ BJP വട്ടപൂജ്യമായി. മാത്രമോ, തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നതല്ല BJPക്കുണ്ടായ തിരിച്ചടികൾ. ഇന്ത്യയാകെ മോദി പ്രഭാവം അലയടിക്കുമെന്ന് BJP കണക്കുകൂട്ടിയ സ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പാർട്ടിക്ക് ഒരാളെ പോലും വിജയിപ്പിക്കാനായില്ല എന്നതാണ് വസ്തുത. തമിഴ്നാടിന് പുറമെ ചണ്ഡീഗഡ്, ലഡാക്ക്, ലക്ഷദ്വീപ്, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, സിക്കിം, പുതുച്ചേരി, പഞ്ചാബ് എന്നിവിടങ്ങളിൽ BJPക്ക് നിയുക്ത MPമാരില്ല. എന്നാൽ ഇവയിൽ ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും BJPക്ക് സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. NDA മുന്നണിയുടെ ഭാഗമായി BJP സഖ്യകക്ഷികളാണ് ഇവിടങ്ങളിൽ മത്സരിച്ചത്. അവരിൽ ചിലർ വിജയിക്കുകയും ചെയ്തു. എങ്കിലും മത്സരിച്ചിട്ടും BJPക്ക് ഒറ്റയാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. ചണ്ഡീഗഡിലെ ഏക സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനീഷ് തിവാരിയോട് BJPയുടെ സഞ്ജയ് ടാണ്ടൻ തോറ്റു. ലഡാക്കിലെ ഏക സീറ്റിലും BJP സ്ഥാനാർത്ഥി തോൽവി രുചിച്ചു. ലക്ഷദ്വീപിൽ BJP തനിച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. മണിപ്പൂരിലാവട്ടെ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനോട് BJP സ്ഥാനാർത്ഥി തോറ്റു. ഔട്ടർ മണിപ്പൂരിൽ NDA സഖ്യകക്ഷിയായ NPF പരാജയപ്പെട്ടു. മേഘാലയയിലും നാഗാലാൻഡിലും BJP സഖ്യകക്ഷികൾക്കൊപ്പമാണ് മത്സരിച്ചത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. അതേസമയം ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറമിലും പുതുച്ചേരിയിലും സിക്കിമിലും BJP സ്ഥാനാർത്ഥികൾ അമ്പേ തോറ്റുപോയി. പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടായിരുന്നു BJPയുടെ തോൽവി. തമിഴ്നാട്ടിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ അടക്കമുള്ള എല്ലാ BJP സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. തമിഴ്നാട്ടിലെ 39 സീറ്റും ഇന്ത്യ മുന്നണി തൂത്തുവാരിയപ്പോൾ BJPയുടെ 23 സ്ഥാനാർത്ഥികളും തോൽവി രുചിക്കുവാനായിരുന്നു വിധി. പഞ്ചാബിലെ 13 സീറ്റുകളിലും എല്ലാ BJP സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ദിയു, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ജാർഖണ്ഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ദില്ലി, ഒഡീഷ, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തർപ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് BJPക്ക് കുറഞ്ഞത് ഒരു നിയുക്ത MP എങ്കിലും ഉള്ളത്. അഹങ്കാരം തലയ്ക്കു പിടിച്ചാൽ അത് തിരിച്ചടിക്കുവാൻ അധിക നേരം വേണ്ടിവരില്ല എന്ന കാര്യം എന്താണെങ്കിലും ഇതോടെ BJPക്ക് വ്യക്തമായി കഴിഞ്ഞു എന്ന് തന്നെ പറഞ്ഞു വെക്കാം.